നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ഈ മാസം 17 വിധി പറയും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അന്തിമവാദം പൂർത്തിയായിട്ടുണ്ട്. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച പ്രതി വന്ദനാദാസിനെ സർജിക്കൽ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതക കേസിൻ്റെ വിധി പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മാസം 17 ഈ വന്ദനദാസ് കൊലപാതകത്തിൽ വിധി പ്രസ്താവിക്കുക. ഈ വിഷയത്തിൽ 3 വർഷമായി തന്നെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2023 മെയ് 10 ഈ കേസിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്നത്. അന്ന് കൊടുവട്ടൂർ സ്വദേശിയായ സന്ദീപാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വന്ദനാദാസിനെ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. ആശുപത്രിയിൽ പോലീസാണ് ഇദ്ദേഹത്തെ അവിടെ എത്തിച്ചിരുന്നത്. ആ സമയം വന്ദനാദാസ് ചികിത്സയ്ക്കുണ്ടായിരുന്നു. അന്ന് മെഡിക്കൽ വിദ്യാർത്ഥിനിയായ വന്ദനാദാസ് രാവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് നൽകാനായി എത്തിയപ്പോഴാണ് പ്രതി അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയിരുന്നത്. ഈ വിഷയത്തിൽ ആ സമയം നിരവധി സാക്ഷികളെയാണ് കോടതി അണിനിരത്തിയിരുന്നത്. കോടതിയിൽ വന്നത് 70ഓളം സാക്ഷികളുണ്ടായിരുന്നു. അതിൽ 50 പേർ ഡോക്ടർമാരായിരുന്നു. ഡോക്ടർമാർ സാക്ഷികളായ ഏറ്റവും വലിയ കേസുകളിൽ ഒന്നാണ്. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു കേസായി ഇതിനെ പരിഗണിക്കാൻ സാധിക്കും. അതിനുശേഷം തന്നെ പല തവണയുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. തൊണ്ടിമുതലുകളും രേഖകളുമായി തന്നെ നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നു. 22 തൊണ്ടിമുതലും 27 രേഖകളും ഹാജരാക്കിയിരുന്നു. പരമാവധി ശിക്ഷ ഇതുമായി ബന്ധപ്പെട്ട പ്രതിക്ക് നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതുപോലെ തന്നെ കോടതിയിൽ നിരവധി തെളിവുകൾ ഹാജരാക്കിയതുകൊണ്ട് തന്നെ പ്രതിക്കെതിരെ തെളിവുകൾ വ്യക്തമാക്കാൻ സാധിച്ചിരുന്നു. മുൻപ് കേസ് വിചാരണയ്ക്ക് നിശ്ചയിച്ച സമയത്തും പ്രതി ജാമ്യാപേക്ഷമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കൃത്യമായി തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് അന്ന് ജാമ്യം നൽകിയിരുന്നില്ല. വിടുതൽ ഹർജി അടക്കം നൽകിയെങ്കിലും കോടതി അത് തള്ളിയിരുന്നു. ഏതായാലും കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് DYSP ആണ് ഈ കേസ് അന്വേഷിച്ചത്. അതിനെ തുടർന്ന് കൃത്യമായി തെളിവുകൾ ഹാജരാക്കി സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലെല്ലാം കുറ്റപത്രം സമർപ്പിക്കാൻ 90 ദിവസത്തിനുള്ളിൽ തന്നെ സാധിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാതെ പോയത്. ഏതായാലും ഈ വർഷം തന്നെ ആ കേസ് കൃത്യമായി പൂർത്തിയാക്കുകയാണ്. ഈ മാസം 17 അതായത് മാർച്ച് 17 വിധി പ്രസ്താവിക്കുകയാണ്. പരമാവധി ശിക്ഷ പ്രതിക്ക് നേടിക്കൊടുക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.